പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ് അറബിക്ക് വാർഷിക പരീക്ഷ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം 6 പ്രവർത്തനങ്ങളാണ്. അതിൽ ആദ്യത്തേത് എല്ലാവരും എഴുതണം, ബാക്കി 5 4 എഴുതണം. ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? നഖറഉൽ മുദക്കിറ വ നുജീബ് അനിൽ അസ്ഇലത്തി താലിയ. മുദക്കിറ വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാണ്, അല്ലേ? ഒന്നാമത്തെ എന്താ മുദക്കിറ നോക്കാം നമുക്ക്. മൻമോഹൻ സിംഗ് ഹു ആഹദു ഷഖ്സിയാത്തുൽ മുഹിമ്മ ഫി താരീഖിൽ ഹിന്ദ്. ഇന്ത്യയിലെ ഇന്ത്യയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ്. ഉലിദ ഫി ഖറിയത്തി ഗാഹ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. സെപ്റ്റംബർ 26, 1932. വാലിദുഹു ഗുർമൂങ് സിംഗ് കോലി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഗുർമൂങ് സിംഗ് കോലി എന്നാണ്. വാലിദത്തുഹു, അമ്മയുടെ പേര് അമൃത് കൗർ എന്നാണ്. വസൗജത്തുഹു ഗുറൻഷൻ കൗർ ആണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. ദറസൽ ഇൽമൽ ഇഖ്തിസാദി, അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രം പഠിച്ചു. ഫി ജാമിയത്ത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. വഹസല അല ദക്തൂറ മിൻ ജാമിയത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് എടുത്തു. വാസ്ബ റئيس وزراء الهند من 2004 إلى 2014. 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. തൂഫിയ സിംഗ് നമ്മുടെ മൻമോഹൻ സിംഗ് മരിച്ചു ഡിസംബർ 26, 2024. അപ്പോൾ ചോദ്യങ്ങൾ എന്താണ്? ഐന പുലിത മൻമോഹൻ സിംഗ് എവിടെയാണ് ജനിച്ചത്? ഡൽഹി, ഗാഹ്, മുംബൈ. ഗാഹാണ് നമ്മൾ പാരഗ്രാഫിൽ കണ്ടത്. മാ ഇസ്മു വാലിദിഹി, അദ്ദേഹത്തിൻ്റെ വാലിദിൻ്റെ പേരെന്താണ്? അമൃത് കൗർ, ഗുറൻഷൻ കൗർ, ഗുർമൂസ് സിംഗ് കോലിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര്. ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അടുത്ത ചോദ്യം, മത അസ്ബഹ റئيس ഉസറാഇൽ ഹിന്ദ്. ആദ്യമായി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് എപ്പോഴാണ്? 2004 മുതൽ 2014 വരെ എന്നല്ലേ പറഞ്ഞു. അപ്പൊ 2004 അദ്ദേഹം ആദ്യമായി പ്രധാനമന്ത്രിയായി. മിൻ ഐന ഹസല അല ദക്തൂർ, അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയത് അവിടെ നിന്നാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ജവഹർലാൽ യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. എവിടെ നിന്നാന്ന് പറഞ്ഞ്? അദ്ദേഹത്തിന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അല്ല, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എന്ത് കിട്ടിയത്? ഡോക്ടറേറ്റ് കിട്ടിയത് കേട്ടോ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിക്കുകയാണ് ചെയ്തത്. പിന്നെ ദറസ മൻമോഹൻ സിംഗ് പഠിച്ചു ഫി ജാമിയത്ത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ എന്താ പഠിച്ചത്? ഇൽമുൽ കീമിയ, കെമിസ്ട്രി, ഇൽമുൽ ഇഖ്തിസാദ്, ബിസിനസ്, ഇൽമുൽ ഫിസിക്സ്. ബിസിനസ് ആണ് അദ്ദേഹം പഠിച്ചത് അല്ലേ? ഓക്കെ, ഇൽമുൽ ഇഖ്തിസാദ് ഉത്തരം വരും. അടുത്ത ചോദ്യം, നുക്മിലിൽ ഹിവാർ പൂർത്തിയാക്കാൻ. ഖറഅ യാസിർ കിതാബൻ അൻ മഹാത്മാഗാന്ധി. ഗാന്ധിയെ കുറിച്ച് യാസിർ ഒരു പുസ്തകം വായിച്ചു. ലഖിയ രാജു സ്വദീഖഹു യാസിറൻ. അങ്ങനെ രാജു യാസിറിനെ കണ്ടു. ഫി യദിഹി കിതാബുൻ അൻ മഹാത്മാഗാന്ധി. ഗാന്ധിയെ കുറിച്ച് അവൻ്റെ കയ്യിൽ ബുക്കുണ്ട്. ഫജറ ബൈനഹുമാ ഹിവാർ അൻ മഹാത്മാഗാന്ധി. ഗാന്ധിയെ കുറിച്ച് അവർ തമ്മിലൊരു ഹിവാർ നടന്നു. എന്താണ്? രാജു പറഞ്ഞു മസാ അൽ ഖൈർ അല്ലേ? യാസിർ എന്ത് പറയണം? മസാ അന്നൂർ അല്ലേ? മസാ അന്നൂർ എന്ന് പറയും, ശരിയല്ലേ? അപ്പോൾ രാജു ചോദിച്ചു അയ്യു കിതാബിൻ ഫി യദിക, നിന്റെ കയ്യിൽ ഏത് പുസ്തകമാണ്? അപ്പൊ എന്ത് പറയണം? അല്ലെ, കിതാബൻ അൻ മഹാത്മാഗാന്ധി എന്നത് പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. അത് എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഓക്കെ, ഹൽ ഖറഅത, നീ ഇത് വായിച്ചോ? അപ്പൊ യാസിർ പറഞ്ഞു ഞാൻ വായിച്ചു. അപ്പോൾ രാജു എന്തോ ചോദിച്ചു. അതിന് യാസിർ മറുപടി പറഞ്ഞു ഫി ബോർബന്തറിലാണ്. അപ്പൊ എന്തായിരിക്കും രാജു ചോദിച്ചിട്ടുണ്ടാവുക? എവിടെയാണ് ജനിച്ചതെന്നല്ലേ? അതിനെങ്ങനെ പറയാ നമ്മള്? ഐന വുലിദ ഗാന്ധി എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. പിന്നെ രാജു പറഞ്ഞു മാ ഇസ്മു വാലിദിഹി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? അറിയാലോ, കരംചന്ദ് ഗാന്ധി എന്ന് എഴുതണം കേട്ടോ. അതായിരുന്നു യാസിറിന്റെ മറുപടി. പിന്നെ വീണ്ടും രാജു എന്തോ ചോദിച്ചു. അതിന് യാസിറിന്റെ മറുപടി കസ്തൂർബ ഗാന്ധി എന്നാണ്. അപ്പൊ ചോദിച്ചെന്തായിരിക്കും അതിൻ്റെ ഭാര്യയുടെ പേരെന്താ? എങ്ങനെ പറയാം? മാ ഇസ്മു സൗജത്തിഹി എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാകും. അപ്പൊ രാജു ശുക്രൻ, യാസിർ എന്ത് പറയും?
അഫുവൻ എന്ന് പറയണം. ഓക്കെ. അടുത്ത ചോദ്യം, നുഇദ്ദുൽ ബയാൻ, ബയാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒരു സെന്റൻസ് ഉണ്ടാക്കുക. സാറ നബിയിൽ മസ്റഅത തോമസ് ഫി വയനാട്. തോമസിന്റെ തോട്ടം വയനാട്ടിൽ സന്ദർശിച്ചു. റഅ ഹുനാക മനാദിറ കസീറ, അവിടെ ധാരാളം കാഴ്ചകളുണ്ടായിരുന്നു. നുറത്തുബൽ കലിമാ ഹത്ത തസീറ ജുംല മുനാസിബ ലിസ്സുവറിൽ ആത്തിയ. താഴെ കൊടുത്ത ചിത്രത്തിന് അനുയോജ്യമായ രീതിയിൽ സെന്റൻസിനെ റീ ഓർഡർ ചെയ്യണം, ഓർഡറിലാക്കി മാറ്റണം. ഇവിടെ എന്താണ്? അൽ അറാനി മുയലുകൾ, യുറബി വളർത്തുന്നു, അൽ മുസാരി കൃഷിക്കാരൻ. അപ്പൊ കൃഷിക്കാരൻ മുയൽ വളർത്തുന്നു, അങ്ങനെ പറയാ യുറബി അൽ മുസാരിഉ അൽ അറാനിബ. കൃഷിക്കാരൻ മുയൽ വളർത്തുന്നു എന്നാണ് ആ ഓർഡറിൽ എഴുതേണ്ടത്. അവിടെ ഇവിടെ എന്താണ്? കുറച്ച് പശുക്കൾ ഉണ്ട് അല്ലേ? അപ്പൊ എങ്ങനെ പറയണം? എന്താണ്? ഫിൽ ഹലീറത്തി, ഫിൽ ഹലീറ തൊഴുത്തിലുണ്ട്, ബക്കറാത്തുൻ കസീറത്തുൻ, ഫിൽ ഹലീറത്തി ബക്കറാത്തുൻ കസീറ. അതാണ് രണ്ടാമത്തെ ഉത്തരം വരിക. അടുത്തതോ, തോമസിന് കർഷക മിത്ര അവാർഡ് കിട്ടിയ ചിത്രമാണ് അല്ലേ? അപ്പൊ എങ്ങനെ പറയണം? ഹസല, ഹസല തോമസ് അല കർഷക മിത്ര. ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഓക്കെ. പിന്നെന്താണ്? ഇവിടെ തോട്ടത്തിലൊരു കോഴി ഇരിക്കുന്നുണ്ട്, കോഴി. അപ്പൊ എങ്ങനെ പറയണം? ഫിൽ മസ്റഅതി, ഫിൽ മസ്റഅതി ദജാജത്തുൻ വാഹിദത്തുൻ. ഓക്കെ. പിന്നെ അതവിടെ വെൽക്കം എഴുതി വെച്ചിട്ടുണ്ടല്ലേ? വെൽക്കം എഴുതി എങ്ങനെ പറയണം? അഹ്ലൻ വസഹ്ലൻ വമർഹബൻ. ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ. ഇനി നാലാമത്തെ പ്രവർത്തനം എന്താ നോക്കുക? നഖറഉൽ ഫിക്ര ബനവ സബീഹ മക്കാന ഹാമിദ്. ഈ സബീഹയുടെ സ്ഥാനത്ത് ഹാമിദ് എന്ന് വെക്കണം. അപ്പൊ മാറ്റം വരും അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഹാമിദ് മാറ്റി എന്താക്കാം? സബീഹ എന്നാക്കാം. അപ്പൊ ഖദ്ദമ എന്താകും ഇവിടെ? ഖദ്ദമത്ത്, ഖദ്ദമത്ത് എന്ന് എഴുതണം കേട്ടോ. ഖദ്ദമത്ത് സബീഹ അത്വലബ ഇലൽ മുവല്ലഫ് ഫസഅല. അപ്പോൾ മുവല്ലഫ് ചോദിച്ചു, ഹൽ ഇന്ദക എന്നുള്ളത് എന്താകും? ഇന്ദകി എന്നാകും. ഹൽ ഇന്ദകി ഖബറത്തുൻ ഫി തർബിയത്തിൽ ഹൈവാനാത്ത് വത്തുയൂർ. ഫഅജാബ എന്നുള്ളത് ഫഅജാബത്ത് എന്നാക്കണം കേട്ടോ. ഖലീലൻ ബൽ ഉരീദു ബസീദൻ മിനൽ അഅ്ലുമാത്ത്, എനിക്ക് കൂടുതൽ അറിവ് വേണം. ഖാലൽ മുവല്ലഫ്, ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇതൻ അർ റജാ സിയാറത്തു മർക്കസുൽ ബഅസ് സിറ, കാർഷിക ഗവേഷണ കേന്ദ്രം സന്ദർശിക്കണം. ഫി അമ്പലവയൽ. ഫഖാല എന്നുള്ളത് അവൻ പറഞ്ഞു. ആര്? ഹാമിദ് പറഞ്ഞു. ഇവിടെ ആരാ പറയേണ്ടത്? എന്താണ്? സബീഹിയാണ് അല്ലേ? അപ്പൊ കാലത്ത് എന്നാവും. ശുക്രൻ യാ സയ്യിദി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും മാറ്റം വരുള്ളൂ കേട്ടോ. ഇനി അടുത്തത്, ഈ സെന്റൻസ് ചിത്രത്തിനനുസരിച്ച് പൂരിപ്പിക്കാൻ. ഇവിടെ ഈ കുട്ടി എന്ത് ചെയ്യാണ്? പുസ്തകം വായിക്കണം അല്ലേ? അപ്പൊ യാ വലതു, കുട്ടിയെ ഇഖ്റ, നീ വായിക്കി എന്നായിരിക്കും അല്ലേ? ഇഖ്റ അൽ ജരീദ്, നീ പത്രം വായിക്കി. ഇവിടെ ബിന്ത്, ബിന്ത് വെള്ളം കുടിക്കുമല്ലേ? അപ്പോ യാ ബിന്തു, യാ ബിന്തു ഇഷ്റബി അൽമാ അല്ലേ? വെള്ളം കുടിക്കാനായി. പിന്നെ ഈ പേനുണ്ട് അല്ലേ? എൻ്റെ അടുക്കൽ എന്തുണ്ട്? അക്കില അല്ലേ? അപ്പൊ എത്ര? സലാസത്തു എന്ന് വരണം. സലാസത്തു അക്കില എന്നാകും. ഓക്കെ. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം, MT വാസുദേവൻ നായരെ കുറിച്ചിട്ടുള്ള ഒരു ബയാനാത്ത് തയ്യാറാക്കണം. MT വാസുദേവൻ നായർ കാത്തിബ് മഷ്കൂറുൻ ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ ഒരു മികച്ച എഴുത്തുകാരനാണ് അദ്ദേഹം. ഉലിദ ഫി അൽ ഖാമിസ അഷറ യൂലിയോ സനത്ത് അൽഫിയും വ തിസമയത്തും വ സലാസും വ സലാസീൻ, 1933 ജൂലൈ 15 ഫി കറിയത്തി കൂടല്ലൂരിലെ ഫി മുക്കാത്തകത്തി പാലക്കാട്. വാലിദുഹു നാരായണൻ നായർ, അദ്ദേഹത്തിന്റെ വാലിദിന്റെ പേര് നാരായണൻ നായർ എന്നാണ്. വാലിദത്ത് ആരാണ്? അമ്മാളും അമ്മ. ലഹു മുഅല്ലഫാത്തുൻ അദീദ, അദ്ദേഹത്തിന് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. തുർജുമത്ത് റിവായത്തുഹുൽ മഷ്ഹൂറ, നാലുകെട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു ഇലൽ ലുഗൽ അറബി, അറബി ഭാഷയിലേക്ക്. ഹസല അല ജായിസത്തി ജ്ഞാനപീഠം അവാർഡ് കിട്ടിയിട്ടുണ്ട് 1995. അദ്ദേഹം ഡിസംബർ 25, 2024 മരിച്ചു, കോഴിക്കോട് വെച്ചിട്ട് അല്ലേ? അപ്പൊ എന്താണ് എഴുതേണ്ടത്? ഇസ്മുൽ കാമിൽ. എന്താണ് ഇസ്മുൽ കാമിൽ?
ഇത് എഴുതണം. MT വാസുദേവൻ നായർ എന്ന് എഴുതണം. ഇവിടെ എഴുതണം കേട്ടോ. 1. ഇനി ഇസ്മുൽ വാലിദ്, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരെന്താന്ന് പറഞ്ഞ ഇവിടെ നാരായണൻ നായർ, ആ 2 ഇവിടെ എഴുതണം. ഓക്കെ. അമ്മയുടെ പേര് അമ്മാളു അമ്മ, 3 അമ്മാളു അമ്മ ഇവിടെ എഴുതണം കേട്ടോ. താരീഖുൽ മീല, ജനിച്ച ഡേറ്റ് അല്ലേ, ഇത്രയും സാധനം. 4-മത്തെ എവിടെ വരണം? ഇവിടെ വരണം. ഈ കറിയത്ത് കൂടല്ലൂർ, അപ്പൊ വരിക മക്കാനുൽ മീലാദ്, ജനിച്ച സ്ഥലം അല്ലേ, മക്കാനുൽ മീലാദ്. അദ്ദേഹം ജിൻസിയ, അദ്ദേഹത്തിന്റെ പൗരത്വം എവിടെയാ? അൽ ഹിന്ദി, അതവിടെ ഇല്ല, പാരഗ്രാഫ് ഇല്ല, നിങ്ങൾ എഴുതണം. അൽ ഹിന്ദി, ഇന്ത്യക്കാരൻ. അദ്ദേഹത്തിന്റെ അവാർഡ് ഏതാ? ജ്ഞാനപീഠം അല്ലേ, ജ്ഞാനപീഠം. ഓക്കെ. 5-മത്തെ അത് നമ്മൾ ഇവിടെ എഴുതണം. അദ്ദേഹത്തിന്റെ രചന ഏതാണ്? 4 കെട്ട് അല്ലേ, 4 കെട്ട് 6, അത് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ. പിന്നെ ജനിച്ച താരീഖുൽ വഫാത്ത്, താരീഖുൽ വഫാത്ത് ഇവിടെ വരും. മക്കാനുൽ വഫാത്ത് അത് എവിടെയാ? അത് കാലിക്കൂട്ട്സ് അല്ലേ, കാലിക്കൂട്ട്സ് 7, അത് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ അല്ലേ? അത്രയാണ് ചെയ്യേണ്ടത്. ഇനി 6-മത്തെ പ്രവർത്തനം, നുഅദ്ദ മുദക്കിറാൻ സയ്യിദ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കണം. അതിൽ ഉലിദ സയ്യിദ് ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു ജനിച്ചു എവിടെ? ഫി, ഏത് വർഷം? ഫി ഏത് വർഷമാണ്? ഫി 15 യനായർ എന്ന് എഴുതാം. യനായർ, എന്നിട്ട് വർഷം എത്രയാ? 1889 1889 കൊടുക്കണം കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? പിന്നെ അദ്ദേഹത്തെ കുറിച്ച് വരിക യുലഖബു, അദ്ദേഹം വിളിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ലഖബുഹു എന്ന് പറയാം. യുലഖബു ബി ഷാഷാജി എന്ന് എഴുതും. ബി ഷാഷാജി എന്ന് അദ്ദേഹം വിളിക്കപ്പെടുന്നു അല്ലേ. പിന്നെ അദ്ദേഹം പങ്കെടുത്തു അല്ലേ. അടുത്ത സെന്റൻസ് 1 ഷാറക്ക, ഇവിടെ എന്ത് ചെയ്യുക? ഫീ എന്ന് എഴുതാം. ഫീ ഹറക്കത്ത് ഇസ്തിഖ്ലാലിൽ ഹിന്ദ് കേട്ടോ. പിന്നെ ഇവിടെ ഇതിന്റെ മുമ്പിൽ എന്ത് ചെയ്യുക? ലഹു എന്ന് വെക്കുക. അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങളുണ്ട്, ഇത് 4-മത് എഴുതാം കേട്ടോ. ഞാൻ ഈ ഓർഡറിൽ പറഞ്ഞ പോലെ ലഹു മുഅല്ലഫാത്തുൻ മിൻഹ അതിൽ പെട്ടതാണ്. ഇതിന് മുമ്പിൽ എന്ത് എഴുതണം? മിൻഹ ഇക്തിഷാഫുൽ ഹിന്ദ് എന്നും കൂടി എഴുതി കേട്ടോ. പിന്നെ അവസാനം കാന റഈസുൽ ഹിന്ദ്, അദ്ദേഹം ആരാണ്? ഇന്ത്യയുടെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പൊ 5 ഇത്, 6 ഇത്. റഈസുൽ ഗുസറാ ലിൽ ഹിന്ദ് എന്നും കൂടി വേണം കേട്ടോ. ഇന്ത്യയുടെ ഹിന്ദ് എന്നാണ്, പ്രധാനമന്ത്രി കൂടിയായിരുന്നു എന്നും കൂടി എഴുതാം. ഓക്കെ. അപ്പോൾ എത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ ചെയ്യുമ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി 7-ാം ക്ലാസ്സിലെ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ തന്നെ 7th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അതിൽ ക്ലാസ്സുകൾ മക്കൾക്ക് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ കാണുക. ഓക്കെ. പക്ഷേ അത് കാണാം. നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.